നമസ്കാരം. ഡാറ്റ ഫാക്ടറി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് ഡാറ്റ വിഷ്വലൈസേഷൻ സീരീസിലെ 4ാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് കളർ സ്കെയിലുകളെ പറ്റിയിട്ടായിരുന്നു അല്ലേ. 3 ഡിഫറെൻറ്റ് യൂസ് കേസുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കളർ സ്കെയിലുകളാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് കളർ സ്കെയിൽ നമ്മുടെ ഡാറ്റയ്ക്ക് വേണ്ടി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ്റെ ഒരു ഡാറ്റയാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു ബാർ ചാർട്ട് ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. എക്സ് ആക്സിസിലെ മൂവി നെയിംസും വൈ ആക്സിസിലെ കളക്ഷൻ ഇൻ മില്യൺ ഡോളേഴ്സിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും അല്ലേ. എല്ലാ ബാറുകൾക്കും ഞാൻ സെയിം കളറാണ് കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ സ്വീകരിച്ചത്? അതിനൊരു റീസൺ ഉണ്ട്. അതായത് എനിക്ക് ഈ വിഷ്വലൈസേഷൻ കാണുന്ന ഏതൊരാളുടെയും അറ്റൻഷൻ എല്ലാ ബാറിനും ഈക്വൽ ആയിട്ട് വരണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, എല്ലാ ബാറുകൾക്കും സെയിം കളർ കൊടുത്തത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യും, ആ ബാറുകളുടെ ലെങ്ത് മാത്രം കമ്പയർ ചെയ്യും അല്ലേ. അപ്പോൾ എൻ്റെ ഫോക്കസ് ഇരിക്കുന്നത് നമ്മുടെ ക്വാണ്ടിറ്റി. എന്താണ് ഇവിടുത്തെ ക്വാണ്ടിറ്റി? കളക്ഷൻ എന്നുള്ളത്. ആ $1 മില്യൺ കളക്ഷനിലേക്കാണ് നമ്മുടെ ഫോക്കസ് പോകേണ്ടത്. അല്ലാതെ വേറെ കളറുകളിലേക്കോ മറ്റൊന്നിലേക്കും എൻ്റെ വ്യൂവറിൻ്റെ ഫോക്കസ് അല്ലെങ്കിൽ ആ അറ്റൻഷൻ എനിക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, എല്ലാ ബാറുകൾക്കും സെയിം കളർ കൊടുത്തത്. അപ്പോൾ നമ്മളിവിടെ വെറുതെ ആ ബാറുടെ ലെങ്ത് കമ്പയർ ചെയ്താൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഏത് സിനിമയ്ക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, ഏതിനാണ് മറ്റേതിനേക്കാളും കുറവ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഗുഡ് വിഷ്വലൈസേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, ഇതൊരു ഗുഡ് വിഷ്വലൈസേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കൂ. ഇവിടെ ഞാൻ എന്താ ചെയ്തത്, നമ്മുടെ നേരത്തെ ലാസ്റ്റ് കണ്ട അതേ ഗ്രാഫ് തന്നെ എടുത്തിട്ട് അതിൽ എല്ലാ ബാറുകൾക്കും ഞാൻ യുണീക്ക് ആയിട്ട് ഒരു കളർ എടുത്ത് കൊടുത്തു അല്ലേ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത്? കാരണം എക്സ് ആക്സിസിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വാല്യൂസ് എന്താണ്, ഒരു കാറ്റഗോറിക്കൽ അൺഓർഡേർഡ് വാല്യൂ ആണ്. അതായത് നോമിനൽ ഡാറ്റയാണ് എക്സ് ആക്സിസിലുള്ളത്. നോമിനൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഹറൻറ്റ് ഓർഡർ ഇല്ലാത്തൊരു ഡാറ്റ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഏത് കളർ സ്കെയിലാണ് നമ്മൾ നോമിനൽ ഡാറ്റ ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്യുന്നത്, ക്വാളിറ്റേറ്റീവ് കളർ സ്കെയിൽ. അതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ക്വാളിറ്റേറ്റീവ് കളർ സ്കെയിൽ കൊടുത്തു. ഇവിടെ ഞാൻ യൂസ് ചെയ്തത് ഒക്കാബെ ഈത്തോ എന്ന് പറയുന്ന ക്വാളിറ്റേറ്റീവ് കളർ സ്കെയിലാണ്. പക്ഷേ ഈ ഒരു കളർ സ്കെയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടോ ഇവിടെ? കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഫോക്കസ് എവിടെയായിരിക്കണം, ക്വാണ്ടിറ്റിയിലായിരിക്കണം. മനസ്സിലായോ? ഇവിടുത്തെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കളക്ഷൻ ഇൻ $1 മില്യൺ. അതായിരിക്കണം നമ്മൾ മാക്സിമം നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഫോക്കസ് കൊണ്ടുപോകേണ്ടത്. ഇങ്ങനെ ഡിഫറെൻറ്റ് കളർ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂസർക്ക് പെട്ടെന്ന് ഏത് കളർ ഏത് മൂവിക്കാണ് എന്നുള്ളതിൻ്റെ ആ ഒരു മാപ്പിംഗ് മൈൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഈ ഒരു കളർ കൊടുക്കുന്നതിൽ കൂടെ നമ്മൾ ഒരു പുതിയൊരു മീനിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ ആ ഫോക്കസിലേക്ക്, അതായത് ആ വാല്യൂസിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഇത് ആഡ് ചെയ്യുന്നില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ പൊതുവെ എന്ത് യൂസ് ചെയ്യരുത്, കളർ യൂസ് ചെയ്യരുത്. ഇങ്ങനെ കളർ യൂസ് ചെയ്യുന്നത് മേ ബി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബാർ ഗ്രാഫിനെ ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യാൻ പറ്റും എന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ കുറച്ചുകൂടെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുകയായിരിക്കും നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം യൂസ് കേസുകളിൽ നമ്മൾ എന്ത് പ്രിഫർ ചെയ്യരുത്, ഇങ്ങനെ പല ബാറുകൾക്കും പല കളർ കൊടുക്കുന്നത് നമ്മളിവിടെ പ്രിഫർ ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗുഡ് വിഷ്വലൈസേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊരു ഗുഡ് വിഷ്വലൈസേഷൻ അല്ല. ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കൂ. ഇവിടെ ഞാൻ എന്താ ചെയ്തത്, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ബാറിന് എന്ത് കളർ കൊടുത്തു, സീക്വൻഷ്യൽ കളർ സ്കെയിൽ കൊടുത്തു അല്ലേ. എപ്പോഴാണ് നമ്മൾ സീക്വൻഷ്യൽ കളർ സ്കെയിൽസ് കൊടുക്കുന്നത്? അതായത് നമ്മുടെ ഡാറ്റ വാല്യൂവിൽ ഹൈ വാല്യൂസും ലോ വാല്യൂസും ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മുടെ മൂവി കളക്ഷനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അല്ലേ. ഒരു മൂവിക്ക് ഹൈ കളക്ഷൻ ഉണ്ടാവാം, വേറെ മൂവിക്ക് ലോ കളക്ഷൻ ഉണ്ടാവാം. അപ്പോൾ ഈ ഹൈ ലോ എന്ന് പറയുന്ന വാല്യൂസ് തമ്മിലുള്ള ആ ഒരു പ്രോഗ്രഷൻ കാണിക്കാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഇവിടെ നമുക്ക് കളർ യൂസ് ചെയ്യാം, അതും സീക്വൻഷ്യൽ കളർ സ്കെയിൽ. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ കാണിച്ച നമ്മുടെ ക്വാളിറ്റേറ്റീവ് കളർ സ്കെയിലിനേക്കാളും എത്രയോ ബെറ്റർ ആണ് ഈ ഒരു യൂസ് കേസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സീക്വൻഷ്യൽ കളർ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ട് കാണുന്ന ഒരു വ്യൂവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുകയാണ് ഇങ്ങനെ കളേഴ്സ് ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, എന്തോ ഒരു പ്രോഗ്രഷൻ നടക്കുന്നുണ്ട് അല്ലെ, എന്തോ ഒരു ഡിക്രീസ് നടക്കുന്നുണ്ട് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. ഇനി എന്താണ് ആ ഡിക്രീസ് എന്ന് നോക്കണമെങ്കിൽ എക്സ് ആക്സിസിൽ നോക്കിയാൽ മതി. എന്താണ്, കളക്ഷൻ റിപ്പോർട്ട് ഇൻ $1 മില്യൺ നമ്മൾ ഡിക്രീസ് വരുന്നത്. അപ്പോൾ ഓരോ മൂവിക്കും കളക്ഷൻ കുറഞ്ഞു വരുന്നതനുസരിച്ചാണ് ഞാൻ ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാം. പക്ഷെ നേരത്തെ യൂസ് ചെയ്ത ആ ഗ്രാഫ് യൂസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ? അതായത് ഈ ഒരു ഗ്രാഫ് യൂസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു പ്രോഗ്രഷനെ പറ്റിയിട്ടില്ല. നമുക്ക് ആ ബാറിന്റെ ഹൈറ്റ് ആണ് നമ്മൾ എപ്പോഴും ഇവിടെ കമ്പാരിസൺ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു വിഷ്വലൈസേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ദിസ് ഈസ് എ ഗുഡ് വിഷ്വലൈസേഷൻ. ഇനി ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കൂ. ഇവിടെ ഞാൻ എന്താ ചെയ്തത്, ഏറ്റവും ഹയസ്റ്റ് കളക്ഷൻ മൂവിയായ ഡെമൺ സ്ലെയർ എന്ന് പറയുന്ന മൂവിയുടെ ആ ബാറിന് മാത്രം ഞാൻ എന്ത് ചെയ്തു, ഒരു കളർ കൊടുത്തിട്ട് ബാക്കി എല്ലാ ബാറുകൾക്കും ഞാനൊരു ഗ്രേ കളർ കൊടുത്തു അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്തത്, ആ വാല്യൂവിനെ മാത്രം ഞാൻ എന്ത് ചെയ്തു, ഹൈലൈറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ കളർ യൂസ് ചെയ്യുന്നത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് എൻ്റെ ഈ വിഷ്വലൈസേഷൻ കാണുന്ന യൂസേഴ്സിൻ്റെ അറ്റൻഷൻ ഞാൻ എവിടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു, ഏറ്റവും കളക്ഷൻ കിട്ടിയ ആ മൂവിയിലേക്ക് ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇവിടെ ഹൈലൈറ്റ് ചെയ്തത്.
അപ്പോൾ ഈ 4 അപ്രോച്ചുകളിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലായത്? അതായത് നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചൂസ് ചെയ്യേണ്ടത്, കളർ ചൂസ് ചെയ്യേണ്ടത്. അതായത് ഒരു വിഷ്വലൈസേഷൻ കാണുന്ന ഒരു വ്യക്തിക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കളർ പാലറ്റുകളോ കളേഴ്സോ നമ്മൾ ചൂസ് ചെയ്യരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ലാസ്റ്റ് എടുത്ത ഗ്രാഫിൽ നമ്മൾ എന്താ ചെയ്തത്, ഒരു ബാറിനെ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്തു. അവിടെ നമ്മൾ എന്താ ചെയ്തത്, ആ യൂസറിൻ്റെ അറ്റൻഷൻ നമ്മൾ ആ ഒരൊറ്റ ബാറിലേക്ക് മാത്രമാക്കി നമ്മൾ ഫോക്കസ് കൊണ്ടുപോയി അല്ലേ. ഇതിന് മുന്നേ നമ്മൾ ചെയ്തതിലോ അതിൽ നമ്മൾ പ്രോഗ്രഷൻ പോലെ സീക്വൻഷ്യൽ കളർ സ്കെയിൽ യൂസ്, അവിടെ നമ്മൾ എന്താ ചെയ്തത്, അയാളുടെ അറ്റൻഷൻ നമ്മളൊരു പ്രത്യേക രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ആ ഗ്രാഫിൽ നമ്മൾ ഗൈഡ് ചെയ്തു. അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഈ വിഷ്വലൈസേഷൻ കാണുന്ന യൂസറുടെ അറ്റൻഷൻ നമ്മൾ എന്ത് ചെയ്യണം, അത് ഗൈഡ് ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ യൂസ് ചെയ്യാവും. അല്ലാതെ അറ്റൻഷനെയോ അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന കളേഴ്സോ സംഭവങ്ങളോ ഗിമ്മിക്കുകളോ നമ്മൾ ഒരിക്കലും വിഷ്വലൈസേഷനിൽ യൂസ് ചെയ്യരുത്. അപ്പോൾ എങ്ങനെയാണ് ഒരു കളർ ഒരു വിഷ്വലൈസേഷനെ ചൂസ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള വേറെ ഒരുപാട് എക്സാമ്പിളുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാകും. അടുത്തടുത്ത വീഡിയോയിൽ ഞാൻ ഇതുപോലത്തെ ഒരുപാട് എക്സാമ്പിളുകൾ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക.